Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, Christmas ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? നമ്മള് എവിടെയാണ് നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? മറന്നുപോയോ? ഒരാഴ്ച ലീവ് കിട്ടിയപ്പോ മറന്നുപോയോ? എവിടെയാ പഠിപ്പിച്ചോണ്ടിരുന്നേന്ന്? ഏത് ചാപ്റ്റർ എടുത്തോണ്ടിരുന്നേ? ഏത് ചാപ്റ്റർ എടുത്തോണ്ടിരുന്നേ? ഒന്ന് റിവൈൻഡ് ചെയ്തിരുത്തേ. പബ്ലിക് റിലേഷൻ ആണ്. എവിടെ വരെയാണ് എടുത്തു നിർത്തിയത്? എവിടെ വരെയാണ് എടുത്തു നിർത്തിയത്? ലാസ്റ്റ് ഭാഗമല്ലേ? ലാസ്റ്റ് ഭാഗമല്ലേ എടുത്തു നിർത്തിയത്? ഫങ്ഷൻസ് കഴിഞ്ഞില്ലായിരുന്നോ? ഫങ്ഷൻസ് കംപ്ലീറ്റ് ആയില്ലേ? 2 ബോക്സ് കൊടുത്തില്ലായിരുന്നോ? പ്ലസ് മീഡിയ വരെ എടുത്തു അല്ലേ? ഈ ലാസ്റ്റത്തെ ലാസ്റ്റ് 2 ബോക്സ് കൂടിയല്ലേ നമുക്ക് എടുക്കാനുള്ളത്? ശരി. ശരി. ഇപ്പൊ പ്രസ് മീഡിയയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത് എപ്പോഴും ഒരു PR പബ്ലിക് റിലേഷൻ ഓഫീസർ അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള പ്രസിനെ നന്നായിട്ട് അറിവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവരുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കിയിരിക്കണം. കാരണം എന്തുകൊണ്ടാ? ലോക്കൽ പ്രസിന് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിന്റെ സർവീസുകളായിക്കോട്ടെ, അവർ നടത്തുന്ന പ്രോഗ്രാമുകളായിക്കോട്ടെ, ഇവന്റ്സ് ആയിക്കോട്ടെ, അവരുടെ സർവീസുകളെ കുറിച്ചും അങ്ങനെ എല്ലാത്തിനെയും കുറിച്ചും ആ ലോക്കൽ ആയിട്ടുള്ള ആളുകളിലേക്ക് നല്ല രീതിയിൽ എത്തിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ആ ഒരു ലോക്കൽ പ്രസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ എഡിറ്റേഴ്സിന് നമ്മുടെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാവുകയാണെങ്കിൽ അവർക്കും നമ്മൾ ഒരുപാട് സഹായിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ലോക്കൽ ആയിട്ടുള്ള പ്രസ് മാധ്യമങ്ങൾ ഏതൊക്കെയാണെന്നും അത് നന്നായിട്ട് അവരുമായിട്ട് ഒരു കണക്ഷൻ വെക്കേണ്ടതും ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ആരോപണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ പൊതുജനങ്ങൾക്കിടയിൽ ഒരു വിഷയം ഉയർന്നു വന്നാലും അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിനെതിരെ എന്തെങ്കിലും ഒരു ആരോപണമോ കാര്യങ്ങളോ വരുമ്പോ അത് പബ്ലിക്കിനിടയിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ആശങ്കകൾ പബ്ലിക്കിനിടയിൽ ഉണ്ടാക്കാതെ ഉടനെ തന്നെ അത്തരത്തിലൊരു സംഭവം കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയം അവിടെ ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യുക? സ്വമേധയാ തന്നെ, അത് നിർബന്ധിച്ചിട്ട് ഒരു പ്രസ് കോൺഫറൻസും കാര്യങ്ങളും അല്ല ചെയ്യേണ്ടത്. സ്വമേധയാ തന്നെ ഹോസ്പിറ്റലിലെ ബന്ധപ്പെട്ട അധികാരികൾ എന്ത് ചെയ്യുക? ഒരു പ്രസ് മീറ്റോ കോൺഫറൻസോ പബ്ലിക്കിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കാം. അവരുടേതായിട്ടുള്ള ന്യായങ്ങള് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവരുടെ അഭിപ്രായങ്ങള്, അവർ എന്താണ് ന്യായമായിട്ടുള്ള കാര്യമല്ല പറയുന്നത്, അല്ലെങ്കിൽ തെറ്റായ ആരോപണമാണെങ്കിൽ അത് തെളിയിക്കാനായിട്ടുള്ള കാര്യങ്ങള്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പബ്ലിക്കിന്റെ മുന്നിലേക്ക് എന്ത് ചെയ്യുക? അത്തരത്തിൽ നിയമപരമായിട്ടുള്ള വ്യവസ്ഥകൾ അനുസരിച്ചുള്ള വിവരങ്ങൾ കൈമാറുക. അപ്പൊ ആ ഒരു പബ്ലിക്കിനിടയിൽ അവരുടെ ആ ഒരു നെഗറ്റീവ് ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് അവർ ആ പ്രസ് റിലീസിൽ പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളും മാറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് ക്ലിയർ ചെയ്യേണ്ടതും അത് ഓക്കെയാണോ, നമുക്ക് ആ ഹോസ്പിറ്റലിന് പ്രയോജനകരമാവുന്ന രീതിയിൽ തന്നെയാണോ ഈ കാര്യങ്ങളൊക്കെ ഫോം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതൊരു കൃത്യമായിട്ടുള്ള ഫോർമാറ്റിലാണ് നമ്മൾ രൂപീകരിക്കേണ്ടത്. അപ്പൊ അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ആ ഒരു മീറ്റിംഗിൽ അത് അവതരിപ്പിക്കേണ്ടത്. അപ്പൊ അത് നമുക്ക് ഹോസ്പിറ്റലിന് പ്രയോജനകരമായിട്ടുള്ള രീതിയിൽ തന്നെയാണോ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് നിയന്ത്രിക്കേണ്ടതും പരിശോധിക്കേണ്ടതും ഒക്കെ പബ്ലിക് റിലേഷന്റെ ചീഫാണ്. അപ്പൊ അദ്ദേഹം തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വിടുന്ന എന്തൊരു ഇൻഫർമേഷനും കൃത്യമാണോ എന്ന്
ഉറപ്പാക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും ഒരു ചീഫ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു നിർത്തിയത്. ഇവിടെ വരെ ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നമ്മള് ലാസ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. ലാസ്റ്റ് 2 ബോക്സും കൂടി ഉള്ളൂ കേട്ടോ. അപ്പൊ നെക്സ്റ്റ് അടുത്തതിൽ പറയുന്നത് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദി കണ്ടീഷൻ ഓഫ് hospital patients, especially VIPs are very serious patients, should be guarded and preferably governed by an approval board. അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഒരു VIP വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺസ് അല്ലെങ്കിൽ വെരി സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ ഒക്കെ ഇപ്പൊ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, അതാരും ആയിക്കോട്ടെ, ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് പബ്ലിക്കിന് ഒരുപാട് ആകാംക്ഷ ഉണ്ടാവും. ശരിയല്ലേ? അതിനു വേണ്ടിയിട്ട് എപ്പോഴും അവിടെ പുറത്തെ മാധ്യമങ്ങളാണെങ്കിലും അല്ലേ ഉണ്ടാവാറുണ്ടല്ലോ. കണ്ടിട്ടില്ലേ നിങ്ങള്? ന്യൂസിലൂടെ ഒക്കെ കണ്ടിട്ടില്ലേ ആ ഹോസ്പിറ്റലിന്റെ ചുറ്റുപാടുകള് കൂടി നിൽക്കുന്നതും മീഡിയാസ് വന്ന് നിൽക്കുന്നതും VIP ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളിൽ ഉൾപ്പെട്ട പേഷ്യൻസ് ആണെങ്കിൽ അത്തരം കാര്യങ്ങളിൽ അപ്പൊ അവരുടെയൊക്കെ എപ്പോഴും should be guarded and preferably governed by an approval കൊടുക്കുന്നത്. ഇവരുടെ ഇൻഫർമേഷൻസ് ഒന്നും നമ്മൾ അങ്ങനെ പുറത്തു വിടാൻ പാടില്ല. അങ്ങനെ അത് ഇൻഫർമേഷൻസ് വളരെ അവരുടെ അപ്രൂവൽ കോഡോട് കൂടി ഉപയോഗിച്ച് നമ്മളത് സുരക്ഷിതമായിട്ട് എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ്. അപ്പൊ അത് ഏതൊരു വ്യക്തിയുടെയും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് പേഷ്യൻസ് ആണെങ്കിൽ വ്യക്തികളാണെന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അല്ലാതെ ഏതൊരു വ്യക്തികളുടെയും ഇൻഫർമേഷൻസ് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് രഹസ്യ സ്വഭാവത്തോടു കൂടി നമ്മൾ ഹോസ്പിറ്റലുകാർ സൂക്ഷിക്കണമെന്നുണ്ട്. അപ്പൊ അത് ആ കോഡ് ഓഫ് എത്തിക്സിൽ പറയുന്ന കാര്യമാണ് കേട്ടോ. അപ്പൊ ആ ഒരു ഹോസ്പിറ്റൽ എത്തിക്സിന്റെ പ്രകാരം ഈ പറയുന്ന ഏതൊരു വ്യക്തിയായിക്കോട്ടെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളാവുമ്പോൾ വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺസ് ആവുമ്പോൾ VIPs ഒക്കെ ആവുമ്പോൾ കൂടുതൽ ആളുകൾ ആ ഒരു ഇൻഫർമേഷൻ അറിയാനായിട്ട് ആകാംക്ഷയോട് കൂടി വന്നു നിൽക്കുന്നുണ്ടാവും. അപ്പൊ അത്തരത്തില് അവർക്ക് നമ്മൾ അങ്ങനെ എല്ലാ വിവരങ്ങളും കൈമാറാൻ പാടില്ല. ഒരു ഹോസ്പിറ്റൽ അത് ചെയ്യാൻ പാടില്ല. കാരണം അവരുടെ ഇൻഫർമേഷൻസ് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് നമ്മൾ സീക്രട്ട് ആയിട്ട് തന്നെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അത് എപ്പോ നമുക്ക് പുറത്തുവിടാം, എപ്പോ പുറത്തുവിടാം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കത് ഇൻഫർമേഷൻസ് ആളുകളിലേക്ക് കൊടുക്കാൻ പറ്റുക? അതിന് ആരുടെയെങ്കിലും സമ്മതം വേണോ? ഹോസ്പിറ്റലുകാർക്ക് ഇഷ്ടമുള്ളപ്പോ കൊടുക്കാമോ? അല്ലെങ്കിൽ പുറത്തെ അവരുടെ ഇൻഫർമേഷൻസ് കൈമാറാൻ പറ്റുമോ? കൈമാറാൻ പറ്റുമോ? ഇപ്പൊ നമ്മുടെ ഒരു ഇൻഫർമേഷൻസ് മറ്റുള്ള ആളുകൾക്ക് ഒരു ഹോസ്പിറ്റലിന് കൈമാറാൻ പറ്റുമോ? ഇപ്പൊ നമ്മളെ നല്ല ഏതൊരു വ്യക്തിയുടെയും പറ്റില്ല, അല്ലെ? ചെയ്യാൻ പാടില്ല. അത് അവരുടെ എത്തിക്സിൽ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ എങ്ങനെയുള്ളപ്പോ മാത്രം കൈമാറാം? എങ്ങനെ കൈമാറാം? ആരുടെ സമ്മതപ്രകാരം കൈമാറാം? ആ വ്യക്തികളുടെ, അല്ലെ? ഇപ്പൊ ആ ഒരു പേഷ്യന്റിന്റെയോ അല്ലെങ്കിൽ അവരുടെ അടുത്ത റിലേറ്റീവ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധിയായിട്ട് നിൽക്കുന്ന വ്യക്തികളുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രം അത്യാവശ്യമുള്ള ഇൻഫർമേഷൻസ് അവർക്ക് പുറത്തുവിടാം. ഇത് നിങ്ങൾ കണ്ടു കാണും. ഇപ്പൊ VIPs ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് ഡോക്ടേഴ്സ് ആയിട്ട് ഇന്റർവ്യൂല് ഇടയ്ക്ക് വല്ലപ്പോഴും അല്ലെങ്കിൽ ഒരുപാട് എല്ലാ കണ്ടിന്യൂസ് ആയിട്ട് അവർ അപ്ഡേഷൻസ് തരില്ല. കണ്ടിട്ടുണ്ടോ? അത് ഇടയ്ക്ക് ആയിരിക്കും അവരുടെ റിലേറ്റീവ്സിന്റെ അല്ലെങ്കിൽ പേഷ്യൻസിന് കുഴപ്പമില്ലാതാണെങ്കിൽ അവരുടെ സമ്മതത്തോടു കൂടി ചോദിച്ചിട്ടായിരിക്കും കുറച്ച് ഇൻഫർമേഷൻ മാത്രമേ പുറത്തുവിടുള്ളൂ. കണ്ടിട്ടില്ലേ? ഇപ്പൊ അവരുടെ നില തൃപ്തികരമാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലാതെ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കോ? ഇല്ല, അല്ലെ? അപ്പൊ എപ്പോഴും അത്തരത്തിൽ ഏതൊരു വ്യക്തിയുടെ ആണെങ്കിലും അവരുടെ ഇൻഫർമേഷൻസ് വളരെ നല്ല രീതിയിൽ തന്നെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. And interviews of patient by the press of taking their photographs should only be permitted if the patient or his or her relatives consent and if it's the hospital interest. അതുപോലെ തന്നെ ഇപ്പൊ വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവരുമായിട്ട് മീഡിയാസ് വന്ന് എന്ത് ചെയ്യാറുണ്ട്? ഇന്റർവ്യൂസ് എടുക്കാൻ നോക്കും, ഇല്ലേ? അഡ്മിറ്റഡ് ആണ്, വളരെ സീരിയസ് ഒന്നുമല്ല അവരുടെ കണ്ടീഷൻ എങ്കിൽ ഇന്റർവ്യൂ എടുക്കാൻ ശ്രമിക്കും, അല്ലെ? അല്ലെങ്കിൽ അവരുടെ ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ ശ്രമിക്കില്ലേ? ശ്രമിക്കോ? ഇതൊക്കെ നമ്മൾ ന്യൂസിൽ കണ്ടിട്ടില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങള്? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആ പേഷ്യന്റിന്റെയോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന്റെയോ സമ്മതം വേണം. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിനും അതിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രം അത് നടത്താൻ അനുവദിക്കുകയുള്ളൂ. അപ്പൊ പേഷ്യൻസിന്റെ
പ്രസ്സുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂസ് അല്ലെങ്കിൽ അവരുടെ ഫോട്ടോഗ്രാഫ്സ് എടുക്കണമെങ്കിൽ പേഷ്യന്റിന്റെ സമ്മതം വേണം, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന്റെ സമ്മതം വേണം. അതുപോലെ തന്നെ ഇഫ് ഇറ്റ് ഈസ് ദ ഹോസ്പിറ്റൽ ഇൻട്രസ്റ്റ്, ഹോസ്പിറ്റലിലെ താല്പര്യവും ഇൻട്രസ്റ്റും ഇത് തന്നെയാണ്, ആ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അവരുടെ ഇന്റർവ്യൂസോ ഫോട്ടോഗ്രാഫ്സോ എടുക്കാനും പാടുള്ളൂ. ക്ലിയർ ആണോ ബോക്സ്? മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. Then last one ആണ് medical information and information regarding patient. Any medical staff information for public consumption shall be clear by public relation. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എന്തൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഏതൊരു ഇൻഫർമേഷനും ഒരിക്കലും ഹോസ്പിറ്റലിന് ദോഷകരമായ രീതിയിൽ ആവരുത്, അത് ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിലേക്ക് ആയിരിക്കണം. അങ്ങനെ എന്തൊരു ഇൻഫർമേഷൻ പുറത്തേക്ക് പോകുന്നതോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യേണ്ടതും നിയന്ത്രിക്കേണ്ടതും ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ആയിരിക്കണം. Then no patient information should be released without a signed informed consent of the same. ഒരിക്കലും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റിന്റെയോ അവരുടെ റിലേറ്റീവ്സിന്റെയോ സമ്മതം അല്ലാതെ അല്ലെങ്കിൽ അവരിൽ നിന്ന് സമ്മതം ഒപ്പിട്ട് വാങ്ങാതെ ഒരിക്കലും അവരുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് പുറത്തുവിടാൻ പാടില്ല. And all questions about hospital operations and its patient should be cleared by chief public relation before being published publicly. അതുപോലെ തന്നെ എപ്പോഴും ഈ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസിന്റെ കണ്ടീഷനുമായി ബന്ധപ്പെട്ടായിരിക്കാം ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഒത്തിരി ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മറുപടികൾ വളരെ അത് പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ അത് ക്ലിയർ ചെയ്യുന്നതും അത് നിയന്ത്രിക്കേണ്ടതും ഒരു ചീഫ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ ആണ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. അപ്പൊ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. എനി മെഡിക്കൽ സ്റ്റാഫ് ഇപ്പൊ അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ടോ പേഷ്യൻസുമായി ബന്ധപ്പെട്ടോ അങ്ങനെ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എന്താണെങ്കിലും ഇൻഫർമേഷൻസ് ആണെങ്കിലും അത് പുറത്തു പോകുന്നതിന് അല്ലെങ്കിൽ പുറത്തേക്ക് ആ ഒരു ഇൻഫർമേഷൻ വിടുന്നതിന് മുൻപായിട്ട് പബ്ലിക് റിലേഷൻ ഓഫീസർ അത് വ്യക്തമായിട്ട് അത് പരിശോധിക്കുകയും അത് നിയന്ത്രിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഒരു പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് അവരുടെ ഒപ്പിട്ട് സമ്മതം വാങ്ങി ഒപ്പിട്ട് ശേഷമല്ലാതെ ഒരിക്കലും അത് പുറത്ത് വിടാൻ പാടില്ല. അതുപോലെ തന്നെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളാവാം, അവിടെയുള്ള പേഷ്യൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാവാം. ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള മറുപടികൾ ആ ഹോസ്പിറ്റലുകാരൻ നൽകേണ്ടതായിട്ടുണ്ട്. അത് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് വ്യക്തമാക്കാം. അങ്ങനെയാണെങ്കിൽ പോലും അത് പബ്ലിക്കായിട്ട് അത് പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ ചീഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ അത് വ്യക്തമായിട്ട് അത് പരിശോധിച്ച് ഓക്കെയാണ്, ഹോസ്പിറ്റലിന് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ തന്നെയാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അതേ ഫോർമാറ്റിലാണ് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. വേഗം ആ 2 ബോക്സ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചിട്ടൊന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? അത് ഓക്കെ അല്ലേ? അവിടെ വരെ ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ പബ്ലിക് റിലേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടോ. നമ്മൾ നെക്സ്റ്റ് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ് സർ. ലാസ്റ്റ് ചാപ്റ്റർ ആണ്. പതിമൂന്നാമത്തെ ചാപ്റ്റർ കേട്ടോ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. എല്ലാം ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു ചെറിയ ചാപ്റ്റർ ആണ്. അപ്പൊ നമ്മള് 3rd ചാപ്റ്ററിലേക്ക് കിടക്കാണ്. ചാപ്റ്റർ 13 ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ നമ്മൾ പഠിക്കുന്ന നമ്മുടെ ആ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്താണ് ചെയ്യേണ്ടത്, ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുമായി ബന്ധപ്പെട്ട ഒരു അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ട കുറെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങള് ഒരു
വളരെ കുറവ് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു പോകുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കുന്നില്ല, എന്നാൽ പോലും അവരുടെ കുറച്ച് ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് സ്കിൽസ്, അവരുടെ കുറച്ച് ടാലൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ചാപ്റ്റർ 13 കേട്ടോ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ഓരോ എടുക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ അല്ലേ? അപ്പൊ അത് വായിച്ചിട്ട് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് വരുമ്പോൾ ചോദിച്ചാൽ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ കേട്ടോ. ഇവിടെ ആദ്യം ഒരു അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് അതാണ് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്താണ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ആദ്യം ഒരു അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതിനുശേഷം നമ്മൾ അവരുടെ ഡ്യൂട്ടീസ് കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. അവരുടെ റോൾസ്, അവരുടെ സ്കിൽസ്, വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്നാൽ എന്താണ്, അവരുമായി ബന്ധപ്പെട്ട കുറച്ച് ജോലികളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ പ്രധാനമായിട്ട് പറയുന്നത്. ഒരുപാട് വലിയ ചാപ്റ്റർ ഒന്നുമല്ല, ചെറിയ ചാപ്റ്റർ തന്നെയാണ്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അഡ്മിനിസ്ട്രേറ്റർ originated from the Latin word ad plus ministerial, to care for or to look after people, to manage affairs. underline ചെയ്തിട്ടാ. ഇവിടെ ഈ അഡ്മിനിസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു വേർഡ് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ആഡ് പ്ലസ് മിനിസ്ട്രിയർ എന്ന് പറയുന്ന വേർഡിൽ നിന്നുമാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഉത്ഭവിച്ചിരിക്കുന്നത്. ഏത് ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് അഡ്മിനിസ്റ്റർ എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ചോദിക്കാറുണ്ട് കേട്ടോ. അതുപോലെ ആ ഒരു ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ആഡ് പ്ലസ് മിനിസ്ട്രിയർ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ആണ് പിന്നീട് കൊടുത്തിരിക്കുന്നത്. ടു കെയർ ഫോർ ഓർ ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ, ടു മാനേജ് അഫയേഴ്സ്. എന്താണ്? ആളുകളെ പരിപാലിക്കുന്നതിനോ അതല്ലെങ്കിൽ or to look after people, to manage affairs. ആളുകളെ പരിപാലിക്കുന്നതിനോ അതല്ലെങ്കിൽ ആളുകളെ ശ്രദ്ധിക്കുകയും അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ അർത്ഥം. To care for or to look after people, to manage affairs. അവരുമായി ബന്ധപ്പെട്ട ആളുകളെ പരിപാലിക്കുന്നതിനോ അല്ലെങ്കിൽ ആളുകളെ ശ്രദ്ധിക്കുകയും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നതാണ് ഈ ഒരു ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ആഡ് പ്ലസ് മിനിസ്ട്രിയറിന്റെ അർത്ഥമായിട്ട് വരുന്നത്, മീനിങ് വരുന്നത്. Then administration is the activities of groups cooperating to fulfill common goals. ഹെർബർട്ട് എ സൈമൺ എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ is the activities of groups cooperating to fulfill common goals. എന്താണ് ഇപ്പൊ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടേതായിട്ടുള്ള ഒരു പ്രവർത്തനമാണോ? ആണോ? ഒരു വ്യക്തിയുടെ മാത്രം പ്രവർത്തനമാണോ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ഹോൾ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ഭരണം എന്ന് പറയുന്നത്? അല്ല, അല്ലെ? ഒരു ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്പ്, അല്ലെ? ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ പ്രവർത്തനമാണ്, ശരിയല്ലേ? ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകള് ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ് ഒരു അഡ്മിനിസ്ട്രേഷൻ, ശരിയല്ലേ? അപ്പൊ ഹെർബർട്ട് എ സൈമൺ പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്പ്സ് കോപ്പറേറ്റിംഗ് ടു ഫുൾഫിൽ കോമൺ ഗോൾസ്, അല്ലെ? ഒരു പൊതുവായ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി, ശരിയല്ലേ? അല്ലെ? ഒരു പൊതുവായ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി, അല്ലെ ഒരു പൊതുവായ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകള്, അല്ലെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകള് ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ, ആണല്ലോ. ഹെർബർട്ട് എ സൈമൺ പറയാം. അപ്പൊ 2 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അഡ്മിനിസ്റ്റർ എന്ന് പറയുന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഉത്ഭവിച്ചിരിക്കുന്നത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ആഡ് പ്ലസ് മിനിസ്ട്രിയർ എന്ന് പറയുന്ന വേർഡിൽ നിന്നുമാണ്. അതിന്റെ മീനിങ് അല്ലെങ്കിൽ അർത്ഥം എന്ന് പറയുന്നത് ടു കെയർ ഫോർ ഓർ ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ, ടു മാനേജ് അഫയേഴ്സ്. ആളുകളെ പരിപാലിക്കുന്നതിനോ അല്ലെങ്കിൽ ആളുകളെ ശ്രദ്ധിക്കുകയും അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുക എന്നൊരു അർത്ഥമാണ് ഇതിന് വരുന്നത്. ഇനി ഹെർബർട്ട് എ സൈമൺ പറഞ്ഞിരിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്പ്സ് cooperating to fulfill common goals. ഒരു പൊതുവായ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകള് സഹകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അഡ്മിനിസ്ട്രേഷൻ. ക്ലിയർ ആണോ? അത് മനസ്സിലായോ? ആരാണ് സെന്റൻസ്? ഓക്കെ അല്ലേ? ഓക്കെ. Then administration has to do
getting things done with the fulfillment of objectives already defined. അടുത്തൊരു ഡെഫിനിഷൻ ആണ് കേട്ടോ. ലുതർ ഗള്ളിക്കിന്റെ ഡെഫിനിഷൻ ആണ് അഡ്മിനിസ്ട്രേഷൻ has to go do getting things done with the fulfillment of objectives already defined. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നിർവചിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇതിനകം നിർവചിച്ചിട്ടുള്ള ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തോടു കൂടിയാണ് അഡ്മിഷൻ അല്ലെങ്കിൽ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഭരണ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഓൾറെഡി നമുക്കറിയാം ഏതൊരു അഡ്മിൻ അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടും അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ഇതിനോടൊക്കെ നമ്മൾ നിർവചിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തോടു കൂടിയാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തുക അല്ലേ? ഓരോ ലക്ഷ്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടുള്ള ചെയ്യുന്നതല്ലേ നമ്മൾ ശരിക്കും ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അല്ലെ? ഒരു ലക്ഷ്യം മാത്രമല്ല, ഒന്നിലധികം ലക്ഷ്യങ്ങൾ ഉണ്ടാവും അല്ലെ നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യാനായിട്ട്. സോ അത്തരത്തില് ഇതിനോടകം നിർവചിച്ചിട്ടുള്ള ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തോടു കൂടിയാണ് അല്ലെങ്കിൽ പൂർത്തീകരണത്തോടെയാണ് ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഭരണകാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ലുതർ ഗള്ളിക്ക് പറയുന്നത്. അപ്പൊ രണ്ട് ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഹെർബർട്ട് എ സൈമണും പറയുന്നുണ്ട്, ലുതർ ഗള്ളിക്കും പറയുന്നുണ്ട്. ഹെർബർട്ട് എ സൈമൺ പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്ന അല്ലെങ്കിൽ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ സഹകരണത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. ലുതർ ഗള്ളിക്ക് പറഞ്ഞത് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ഡു ഗെറ്റിംഗ് തിങ്സ് done with the fulfillment of objectives already defined. അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ഭരണം എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്? with the fulfillment of objectives already defined. നമ്മൾ ഇതിനോടകം നിർവചിച്ചിട്ടുള്ള ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തോടു കൂടിയാണ് അല്ലെങ്കിൽ അത് അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച് നമ്മൾ ഒരുപാട് ലക്ഷ്യങ്ങള് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ അത്തരത്തില് ഇതിനോടകം നമ്മൾ ഓൾറെഡി നിർവചിച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടായിരിക്കണം ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് അല്ലെങ്കിൽ ആ ഒരു ഭരണം നടത്തേണ്ടത് എന്നാണ് ലുതർ ഗള്ളിക്ക് പറയുന്നത്. Then hospital administration is the governance of the hospital as a business. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് മറ്റേത് നമ്മുടെ ജനറൽ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞു. ഇനി ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ദ ഗവേണൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ്. ഒരു ബിസിനസ് എന്ന നിലയിൽ ഹോസ്പിറ്റലിലെ ഭരണം തന്നെയല്ലേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഒരു ബിസിനസ് എന്ന നിലയിൽ ഒരു ആശുപത്രിയുടെ ഭരണമല്ലേ ശരിക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആണോ? അല്ലേ? എന്താണ് നമ്മൾ എന്താവാനാണ് ഇവിടെ പഠിക്കുന്നത് ഈ കോഴ്സ് അല്ലെ? ഒരു ബിസിനസ് എന്ന നിലയിൽ ഹോസ്പിറ്റലിന്റെ ആ ഒരു ഭരണം അല്ലെങ്കിൽ ആ ഗവേണൻസ് തന്നെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേഷൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി ഹെൽത്ത്. അപ്പൊ ഒരിക്കലും ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി കൊണ്ട് ചെയ്യുന്ന കാര്യമല്ല അല്ലെ? അവിടെ മെയ്ഡ് അപ്പ് ഓഫ് മെനി ഹെൽത്ത് കെയർ മാനേജേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ്സ് who handle individual department. അവിടെ ഒരുപാട് സഹകരിക്കുന്ന ഒരുപാട് എംപ്ലോയീസ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സ് ഉണ്ട് അല്ലെ? മെനി ഹെൽത്ത് കെയർ, പല ഹെൽത്ത് കെയർ മാനേജേഴ്സ് ഉണ്ട്, എക്സിക്യൂട്ടീവുകൾ ഉണ്ട്. ഹു ഹാൻഡിൽ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റുകളെയും കൈകാര്യം ചെയ്യുന്ന അതാത് ഡിപ്പാർട്ട്മെന്റുകളെ കൈകാര്യം ചെയ്യുന്ന ഹെൽത്ത് കെയർ മാനേജേഴ്സും എക്സിക്യൂട്ടീവുകളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അല്ലെ? ഒരു ഗ്രൂപ്പായിട്ടുള്ള ആളുകളാണ് അല്ലെ? അവർ അതാത് ഡിപ്പാർട്ട്മെന്റുകളെ കൈകാര്യം ചെയ്യുന്നു, ഭരിക്കുന്നു. അവര് അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു ഗ്രൂപ്പിനെയാണ് ശരിക്കും നമ്മൾ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. They are in charge of all the administrative and management functions of the respective department. അപ്പൊ അവരുടെ അതാത് ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ, അതുമായി ബന്ധപ്പെട്ട ഭരണം, അതുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് പ്രവർത്തനങ്ങളെല്ലാം ആർക്ക് തന്നെയായിരിക്കും? അവർക്ക് അതാത് വ്യക്തികൾക്കായിരിക്കും അതിന്റെ ചുമതല എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കൈകാര്യം ചെയ്യാനായിട്ട് മാനേജേഴ്സും എക്സിക്യൂട്ടീവും ഉണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും ഒക്കെ പ്രവർത്തനങ്ങൾ അവർക്കായിരിക്കും അതിന്റെ ഇൻചാർജ് എന്ന് പറയുന്നത്. അത്തരത്തിൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകളെയും കൈകാര്യം ചെയ്യുന്ന ഹെൽത്ത് കെയർ മാനേജേഴ്സും എക്സിക്യൂട്ടീവുകളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ശരിക്കും ഒരു അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ അത്?
അവിടെ വരെ ഓക്കെ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കി അവിടെ വരെ, അതിനുശേഷം ബാക്കി ഭാഗം പറയാം. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോട്ടെ മിസ്. ഓക്കെ ശരി. നെക്സ്റ്റ് വൺ ആണ് the duties of the administrator differ with the size and complexity of the hospital. അപ്പൊ ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ ചുമതലകൾ എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിന്റെ വലിപ്പത്തിനനുസരിച്ച്, ആ ഹോസ്പിറ്റലിന്റെ സങ്കീർണത അല്ലെങ്കിൽ കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ചൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പൊ എല്ലാ ഹോസ്പിറ്റലിലെയും അഡ്മിനിസ്ട്രേറ്റേഴ്സിനും ഒരേ ഡ്യൂട്ടി തന്നെ ആയിരിക്കണം എന്നില്ലാണ്. മനസ്സിലാവുന്നോ? പല പല ഹോസ്പിറ്റൽ, അപ്പൊ നമുക്കറിയാം എല്ലാ ഹോസ്പിറ്റലും ഒരേ രീതിയിലുള്ള ഫെസിലിറ്റി കൊടുക്കുന്നതായിരിക്കില്ല, ഒരേ സൈസിലുള്ള ഹോസ്പിറ്റൽ ആയിരിക്കില്ല, ഒരേ രീതിയിലുള്ള കോംപ്ലക്സ് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഹോസ്പിറ്റൽ ആയിരിക്കണം എന്നില്ല, അല്ലെ? അപ്പൊ ആ ഹോസ്പിറ്റലിലെ സൈസിനനുസരിച്ചും അവിടുത്തെ ആ ഒരു പ്രവർത്തനങ്ങളുടെ സങ്കീർണതയ്ക്ക് അനുസരിച്ചൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ ചുമതലകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. And administrators are contact between hospital boards, other administrators and medical staff. എപ്പോഴും ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ആരുടെയൊക്കെ ഇടയിലുള്ള നല്ലൊരു കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ബന്ധം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. ഹോസ്പിറ്റൽ ബോർഡുമായിട്ട് നല്ലൊരു ബന്ധം അല്ലെങ്കിൽ സമ്പർക്കം പുലർത്തുന്ന വ്യക്തിയായിരിക്കും. അതുപോലെ തന്നെ മറ്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സുമായിട്ടും അവിടെയുള്ള മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ടും നല്ലൊരു സമ്പർക്കം പുലർത്തേണ്ടതായിട്ടുണ്ട്, ഒരു അഡ്മിനിസ്ട്രേറ്റർ പുലർത്തേണ്ടതായിട്ടുണ്ട്. They organize hospital activities and prepare its overall policies. അതുപോലെ തന്നെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ സംഘടിപ്പിക്കുക, അതുപോലെ തന്നെ മൊത്തത്തിലുള്ള പോളിസീസ് അല്ലെങ്കിൽ നയങ്ങളൊക്കെ തയ്യാറാക്കുക മുതലായവയും ഇവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. And some administrators are in charge of hiring doctors and other staff, carrying out employee evaluation and direct staff meeting. ഇനി ചില അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഡോക്ടേഴ്സിനെ അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫുകളെ നിയമിക്കാനുള്ള ചുമതലകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എംപ്ലോയീസ്, അവിടുത്തെ ജീവനക്കാരെ വിലയിരുത്താനും അതുപോലെ സ്റ്റാഫ് മീറ്റിംഗുകള് ഡയറക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ നേതൃത്വം വഹിക്കാനും ഒക്കെയുള്ള എന്താണ് ഇൻചാർജ് അല്ലെങ്കിൽ ചുമതലകളും ചില അഡ്മിനിസ്ട്രേറ്റേഴ്സിന് നൽകാറുണ്ട്. And they may also be accountable for the hospital public relation and fundraising program. അതുപോലെ തന്നെ ഇവർക്ക് ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യേണ്ട കാര്യമാണ് നല്ലൊരു ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻ ഉണ്ടാക്കാനുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫണ്ട് റേസിംഗ് പ്രോഗ്രാം, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ധനസമാഹരണ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക. ഇതൊക്കെ ഇവരുടെ ഉത്തരവാദിത്തത്തിൽ വരുന്ന കാര്യമാണ് കേട്ടോ. അതുപോലെ since administrators develop programs for teaching and research hospital, they have to keep up with the latest advances in medicine. അതുപോലെ തന്നെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ടീച്ചിങ് അതുപോലെ തന്നെ റിസർച്ച് മുതലായവയുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതോടൊപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നൂതനമായിട്ടുള്ള വൈദ്യശാസ്ത്രത്തിലുള്ള മെഡിസിൻസുമായി ബന്ധപ്പെട്ട അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഹോസ്പിറ്റലിൽ അപ് ടു ഡേറ്റ് ആയിട്ട് കൊണ്ടുവരാനുമുള്ള ഒരു ഉത്തരവാദിത്തം ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അവരുടെ ഡ്യൂട്ടിയിൽ പെടുന്ന കാര്യമാണ്. അപ്പൊ ഡ്യൂട്ടീസ് ഓഫ് ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഓരോ ഹോസ്പിറ്റലിലും വ്യത്യസ്തമായിരിക്കും. ആ ഹോസ്പിറ്റലിന്റെ വലിപ്പത്തിനനുസരിച്ച്, ആ ഹോസ്പിറ്റലിൽ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ സങ്കീർണതയ്ക്കനുസരിച്ചൊക്കെ
ഓരോ അഡ്മിനിസ്ട്രേറ്ററിന്റെയും ഡ്യൂട്ടി എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ബോർഡുമായിട്ട് നല്ലൊരു സമ്പർക്കം പുലർത്തിയിരിക്കണം, മറ്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സുമായിട്ടും അവിടെയുള്ള മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ടും നല്ലൊരു കോണ്ടാക്ട് ഉണ്ടാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും ആക്ടിവിറ്റീസും സംഘടിപ്പിക്കണം. നല്ല ഓവറോൾ ആയിട്ടുള്ള പോളിസി അല്ലെങ്കിൽ നയങ്ങൾ രൂപീകരിക്കാൻ തയ്യാറാക്കണം. അതുപോലെ തന്നെ ചില അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഡോക്ടേഴ്സും അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫുകളെയൊക്കെ നിയമിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. അവിടുത്തെയുള്ള ജീവനക്കാരെ വിലയിരുത്താനും സ്റ്റാഫ് മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്യാനും ഒക്കെയുള്ള റെസ്പോൺസിബിലിറ്റി ചില അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഉത്തരവാദിത്വമാണ് ഹോസ്പിറ്റൽ നല്ലൊരു പബ്ലിക് റിലേഷൻ നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾ ഇവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫണ്ട് റേസിംഗ് പ്രോഗ്രാമുകൾ, ധനസമാഹരണ പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യേണ്ടതും നടപ്പിലാക്കാനും ഇവർക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ടീച്ചിങ് ആൻഡ് റിസർച്ച് ഇൻ ഹോസ്പിറ്റലിലെ ടീച്ചിങ്ങും റിസർച്ച് പ്രോഗ്രാമുകളും ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. അതോടൊപ്പം വൈദ്യശാസ്ത്രത്തിലെ പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നൂതന സാങ്കേതിക വിദ്യകളും മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് കൊണ്ടുവരാനുമുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഇവർക്കുണ്ടായിരിക്കും. ദെൻ അടുത്തത് പറയുന്നത് ലാർജ് ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻ സെവറൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് മാനേജിംഗ് different departments when one administrator is in charge overall. In smaller hospital, one administrator may be in charge of a number of departments. നമുക്കറിയാം ഒരു വലിയ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അവിടെ ഒരൊറ്റൊരു അഡ്മിനിസ്ട്രേറ്ററിന് ആ ഹോൾ ഹോസ്പിറ്റലിനെ മുഴുവനായിട്ട് നോക്കാനായിട്ട് പറ്റുമോ? മാനേജ് ചെയ്യാൻ പറ്റുമോ? ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുള്ള ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരൊറ്റ അഡ്മിനിസ്ട്രേറ്ററിന് അത് മാനേജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ലാർജ് ഹോസ്പിറ്റലുകളാണെങ്കിൽ അവിടെ വിവിധ അഡ്മിനിസ്ട്രേറ്റേഴ്സും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സും ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടി? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അത്തരം ഡിപ്പാർട്ട്മെന്റുകളെ മാനേജ് ചെയ്യാനായിട്ട് ഡിഫറെന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സും ഉണ്ടാവും. when one administrator in charge overall, മൊത്തത്തിലുള്ള ഇൻചാർജ് ഒരു അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിരിക്കും കൊടുത്തിരിക്കുക. അവരുടെ കീഴിൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകളെയും കൈകാര്യം ചെയ്യാനും അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നതിന് വേണ്ടിയും അഡ്മിനിസ്ട്രേറ്റേഴ്സും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സും ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? അത് പറഞ്ഞത് മനസ്സിലായോ? ഒരു വലിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും ഒരാൾക്ക് കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും കൈകാര്യം ചെയ്യാനും അതിനെ അഡ്മിനിസ്റ്റർ ചെയ്യാനും മാനേജ് ചെയ്യാനും വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സും ഉണ്ടായിരിക്കും. ഈ പറയുന്ന എല്ലാവരെയും കൂടി ഓവറോൾ ആയിട്ടൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തിക്ക് ഒരു അഡ്മിനിസ്ട്രേറ്ററിന് ഇൻചാർജ് കൊടുത്തിട്ടുണ്ടാവും. അത് ക്ലിയർ ആണോ? ഇനി സ്മോൾ ഹോസ്പിറ്റൽ വരുമ്പോ അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളൊന്നും ഉണ്ടാവില്ല അല്ലെ. ചെറിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഒന്നും ഉണ്ടാവില്ല അല്ലെ. വൺ അഡ്മിനിസ്ട്രേറ്റർ മേ ബി ഇൻ ചാർജ് ഓഫ് എ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്. അതായത് ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റുകളുടെ ഇൻചാർജ് ആയിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്ററെ ആയിരിക്കും നമ്മൾ കൊടുക്കുക. ശരിയല്ലേ? ലാർജ് ഹോസ്പിറ്റലിലെ പോലെ അത്ര ഡിപ്പാർട്ട്മെന്റുകളൊന്നും ഇല്ലെങ്കിൽ അതുപോലെയുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സും ഒരുപാട് ഇവിടെ വേണ്ടല്ലോ. അപ്പൊ അവിടെ ഒന്നിലധികം അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഹോസ്പിറ്റൽ ഈവൻ ഓഫ് ദ എൻറ്റയർ ഹോസ്പിറ്റൽ ചിലപ്പോൾ മൊത്തത്തിൽ ആ ഹോസ്പിറ്റൽ ഇൻചാർജ് ഒരു അഡ്മിനിസ്ട്രേറ്റർക്കായിരിക്കും കൊടുക്കുക. അല്ല എങ്കിൽ സെവറൽ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റുകളുടെ ആ ഒരു ഇൻചാർജും ചിലപ്പോൾ ആ ഒരൊറ്റ അഡ്മിനിസ്ട്രേറ്ററിന് വന്നേക്കാം. So in this case, for example, the administrator may assess the budget for this department and give final approval to hiring recommendation. അതുപോലെ തന്നെ ഇപ്പൊ വലിയ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ബഡ്ജറ്റുകൾ തയ്യാറാക്കാനായിട്ട് അസസ് ദ ബഡ്ജറ്റ് വിലയിരുത്താനായിട്ട് ഉത്തരവാദിത്വം ഉണ്ടാവും. അതുപോലെ തന്നെ for this department and give final approval to hiring recommendation. അതുപോലെ തന്നെ അവിടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അന്തിമ തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ശുപാർശകൾ നൽകാനും ബഡ്ജറ്റുകൾ വിലയിരുത്താൻ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യമായ ബഡ്ജറ്റുകൾ വിലയിരുത്താനൊക്കെ ഉത്തരവാദിത്തം ആർക്കുണ്ടാവാറുണ്ട്? ഈ ഒരു അഡ്മിനിസ്ട്രേറ്റർ. ആ ഒരു ഡിപ്പാർട്ട്മെന്റുകളെ കൈകാര്യം ചെയ്യുന്ന ഈ ഒരു അഡ്മിനിസ്ട്രേറ്ററിനാണ് അത്തരം റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക. ഒരു ലാർജ് ഹോസ്പിറ്റൽ ആകുമ്പോൾ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റേഴ്സും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സും ഉണ്ടാവും. അവർ ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളെ കൈകാര്യം ചെയ്യുന്നു. അതിൽ ഓവറോൾ ആയിട്ട് നോക്കാൻ വേണ്ടി ഒരു അഡ്മിനിസ്ട്രേറ്ററെ ഇൻചാർജ് കൊടുത്തിട്ടുണ്ടാവും.
അതേസമയം ഒരു സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മൊത്തത്തിൽ ആ ഹോസ്പിറ്റൽ തന്നെ മൊത്തത്തിൽ ഒരാളായിരിക്കും കൈകാര്യം ചെയ്യാം, അല്ലെങ്കിൽ അവിടെയുള്ള ഭൂരിഭാഗം ഡിപ്പാർട്ട്മെന്റുകളും ഒരാൾ തന്നെ കൈകാര്യം ചെയ്യുന്നതായിട്ട് വരാം. അത്തരത്തില് അവര് കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റുകൾ വിലയിരുത്താം, അതുപോലെ തന്നെ അവിടെ നിയമനവുമായി ബന്ധപ്പെട്ട ശുപാർശകൾ കൊടുക്കാനും അതുപോലെ അതുമായി ബന്ധപ്പെട്ട അന്തിമ അനുമതികൾ കൊടുക്കാനും ഒക്കെ ഒരു അഡ്മിനിസ്ട്രേറ്റർ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കടമകൾ ഉണ്ടായിരിക്കും. വേഗം 4 പാരഗ്രാഫുകൾ വായിച്ചു നോക്കാം. വായിച്ചു കഴിയുന്നവർ ഇന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ശരി, നെക്സ്റ്റ് ഭാഗം ഇമ്പോർട്ടന്റ് ആണ്. എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷന്റെ ഘടകങ്ങൾ അല്ലെങ്കിൽ ഭാഗങ്ങളാണ് പറയുന്നത്. അതില് പോസ്റ്റ് കോർപ്പ് അത് ചോദിക്കാറുണ്ട് കേട്ടോ. അത് എല്ലാത്തിന്റെയും ഒരു ഷോർട്ട് ഫോം ആണ്. അതില് പി എന്ന് പറയുന്നത് ബിഫോർ പ്ലാനിങ് കേട്ടോ. ഒ എന്ന് പറയുന്നത് ഓർഗനൈസിങ്, എസ് എന്ന് പറയുന്നത് സ്റ്റാഫിങ്. അങ്ങനെ ഓരോന്നും ഓരോ വേർഡ്സിനെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചോദിക്കാം, ഒരു അഡ്മിനിസ്ട്രേഷനിലെ എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷനിലെ പോസ്റ്റ് കോർപ്പിൽ പി എന്തിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒ എന്തിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ ബി എന്തിനെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഭാഗം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെയും ചോദിക്കാറുണ്ട്, അല്ലാത്ത രീതിയിൽ ചോദിക്കാറുണ്ട്. ഈ ഒരു ഭാഗം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ചോദ്യം എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന റിട്ടൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പൊ അതിലെ ഫസ്റ്റ് വൺ ആണ് പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറഞ്ഞാല് is the process of thinking about the activities needed to gain a desired goal. It is the first and foremost activity to attain desired result. എന്താണ് പ്ലാനിങ് എന്ന് പറഞ്ഞാല്? ആസൂത്രണം അല്ലെ? പ്ലാനിങ് ചെയ്യാൻ ആസൂത്രണം ചെയ്യാന്നാണല്ലോ. എന്തൊരു പ്രവർത്തനം നമ്മൾ ആരംഭിക്കുമ്പോഴും അത് പ്ലാനിങ്ങിലൂടെയല്ലേ ആരംഭിക്കുന്നത്? ആണോ? ആസൂത്രണത്തിലൂടെയല്ലേ ആരംഭിക്കുന്നത്. നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള എന്ത് കാര്യങ്ങളും ചെയ്യാം അല്ലേ? എന്ത് കാര്യങ്ങളാണെങ്കിലും അല്ലെ? ഇപ്പൊ ഇവിടെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് അബൌട്ട് ദ ആക്ടിവിറ്റീസ് നീഡഡ് ടു ഗെയിൻ എ ഡിസൈർഡ് ഗോൾ. നമ്മൾ ആഗ്രഹിച്ച ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ആവശ്യമായ പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന പ്രക്രിയയാണ് പ്ലാനിങ് അല്ലെ? നമ്മളിപ്പോ ഒരു ടൂർ പോകാൻ പോകും. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം കേട്ടോ. നമ്മളൊരു ടൂർ പോകാൻ പോവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ നമ്മൾ പ്ലാൻ ചെയ്യും, ശരിയല്ലേ? ചിന്തിക്കുകയാണ് ചെയ്യുക ആദ്യം അല്ലെ? അല്ലാതെ ഇത് പ്രവർത്തിക്കുകയല്ലല്ലോ നമ്മൾ ചെയ്യാറ്. ചിന്തിക്കും അല്ലെ? എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിനു വേണ്ടി ചെയ്യാം അല്ലെ? എത്ര ആളുകൾ വേണം, അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ റൂട്ട് നമുക്ക് പോവാം,
അപ്പൊ ആ ഒരു ഗോള്, ലക്ഷ്യം, നമ്മുടെ ആ ഒരു ലക്ഷ്യം, ഡിസൈഡ് ഗോൾ, നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ആവശ്യമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെ വേണം, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രക്രിയയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ചോദിക്കാറുണ്ട് കേട്ടോ. ഡാഷ് ഇസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് അബൌട്ട് ദ ആക്ടിവിറ്റീസ് നീഡഡ് ടു ഗെയിൻ എ ഡിസൈർഡ് ഗോൾ. ഇതാണ് ആ ഒരു, നിങ്ങൾ അപ്പൊ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. തിങ്കിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അത് എന്ത് തന്നെയാണ്? പ്ലാനിങ് ആണ്, മറ്റൊന്നും അതിൽ വരില്ല കേട്ടോ. തിങ്കിങ് എന്ന് പറയുന്ന ഒരു വേർഡ് വന്ന ചിന്തിക്കുന്ന പ്രക്രിയ ഇതിൽ ഇത് മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? ബാക്കിയെല്ലാം പ്രവർത്തനമാണ്. ഇത് മാത്രമല്ല ചിന്തിക്കുന്ന ഒരു പ്രക്രിയ. ഇവിടെ പ്രവർത്തനം നടത്തുന്നുണ്ടോ? പ്രവർത്തനം നടത്തുന്നുണ്ടോ? ഇല്ല. പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യണം അത് നമ്മൾ ചിന്തിക്കുകയാണ് ആദ്യം ചെയ്യാം, അല്ലെ? അതിനുശേഷമാണ് അത് പ്രാവർത്തികമാക്കുക, അല്ലെ? അതുകൊണ്ട് തന്നെ ഇസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആക്ടിവിറ്റി ടു അറ്റൈൻ ഡിസൈർഡ് റിസൾട്ട്. നമ്മൾ ആഗ്രഹിച്ച ഫലങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനവും പ്ലാനിങ് ആണ്. ശരിയല്ലേ? ആദ്യം ചെയ്യുന്ന പ്രവർത്തനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നല്ലൊരു പ്ലാനിങ് ഇല്ലെങ്കിൽ ആ ഒരു ആഗ്രഹിച്ച ഫലം നമുക്ക് കിട്ടുമോ? ആ ഒരു ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുമോ? നല്ലൊരു പ്ലാനിങ് ഇല്ല എങ്കിൽ, നല്ലൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും, അല്ലെ? അതുകൊണ്ട് തന്നെ ഇത് ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പ്ലാനിങ് എന്ന് പറഞ്ഞാല്. ദ പ്രോസസ് ഓഫ് തിങ്കിങ് അബൌട്ട് ദ ആക്ടിവിറ്റീസ് നീഡഡ് ടു ഗെയിൻ എ ഡിസൈർഡ് ഗോൾ. നമ്മൾ ആഗ്രഹിച്ച ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങൾ വേണം, ആവശ്യമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു പ്രക്രിയയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? 2 ക്വസ്റ്റ്യൻ അവിടെ നിന്ന് വരാം കേട്ടോ. ഒന്നാമത്തത് 3 ക്വസ്റ്റ്യൻ വരാം. ഒന്നാമത്തത് പോസ്റ്റ് ഫോർമില് പി എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിക്കാം. പ്ലാനിങ് ആണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം രണ്ടാമത് ചോദിക്കാവുന്നത് ഡാഷ് ഇസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് അബൌട്ട് ദ ആക്ടിവിറ്റീസ് നീഡഡ് ടു ഗെയിൻ എ ഡിസൈർഡ് ഗോൾ എന്ന് ചോദിക്കാം. മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഡാഷ് ഇസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആക്ടിവിറ്റി ടു അറ്റൈൻ ഡിസൈർഡ് റിസൾട്ട്. അതും ചോദിക്കാം കേട്ടോ. ഈ ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തത് ക്ലിയർ ആണല്ലോ? പ്ലാനിങ് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ശരി. രണ്ടാമത്തതാണ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്താ? കാര്യങ്ങളെല്ലാം സംഘടിപ്പിക്കുക. അപ്പൊ പ്ലാൻ ചെയ്തു, ഇനി അതൊക്കെ സംഘടിപ്പിക്കുകയാണ് വേണ്ടത്, അല്ലെ? എന്തൊരു പ്രവർത്തനമാണെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ അതൊക്കെ ഓർഗനൈസ് ചെയ്യലേ ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ഓർഗനൈസ് ചെയ്യും, സംഘടിപ്പിക്കും, അല്ലെ? അപ്പൊ നോക്കി, ഓർഗനൈസിങ് കൺസിസ്റ്റ് ഓഫ് coordinating or and allocating a firm's resources in order to execute its plan. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങള് അവിടെ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്ന ആ ഫോമിന് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ റിസോഴ്സുകളെല്ലാം മതിയായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ശരിയായ രീതിയിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു ചിന്തിച്ചു വെച്ചിരിക്കുന്ന പ്ലാൻ പ്രാവർത്തികമാക്കുകയാണ് ഓർഗനൈസിംഗിൽ ചെയ്യാൻ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡെവലപ്പിംഗ് എ സ്ട്രക്ചർ ഫോർ പീപ്പിൾ. അവിടെയുള്ള ആളുകളുടെ ഒരു ഘടന ഉണ്ടാക്കുന്നു. ആളുകളെ എവിടേക്ക്, ഇപ്പൊ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവിടെ ഏതൊക്കെ ആളുകളുടെ ആ ഒരു പീപ്പിൾ അല്ലെങ്കിൽ ആളുകളുടെ ആ ഒരു ഘടന ഉണ്ടാക്കുന്നു, ഏതൊക്കെ പൊസിഷനിൽ ആളുകൾ വർക്ക് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ വേണമെന്ന് തീരുമാനിക്കുന്നു, എന്തൊക്കെ പ്രവർത്തനങ്ങൾ ആ ഒരു സ്ഥാപനത്തിൽ നടത്തണമെന്നും തീരുമാനിക്കുന്നു. അങ്ങനെ ഓർഗനൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ആസൂത്രണം ചെയ്ത് വെച്ചിരിക്കുന്ന ആ പ്ലാൻ നടപ്പിലാക്കുന്ന പ്രവർത്തനമാണ് ഓർഗനൈസിംഗ്. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണോ അത് സംഘടിപ്പിക്കുകയാണ് നമ്മളിവിടെ ചെയ്യുക. അതായത് ഓർഗനൈസിംഗ് കൺസിസ്റ്റ് ഓഫ് കോർഡിനേറ്റിംഗ് ആൻഡ് അലോക്കേറ്റിംഗ് എ ഫോംസ് റിസോഴ്സസ്. ഒരു സ്ഥാപനത്തിന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായിട്ട് അതിന്റെ വിഭവങ്ങൾ, ആ ഒരു സ്ഥാപനത്തിന്റെ വിഭവങ്ങൾ ഏകോപിപ്പിക്കുകയും അതുപോലെ അത് ഓരോ വ്യക്തികൾക്കും അനുവദിച്ച് നൽകുകയും ചെയ്യുന്നതാണ് ഓർഗനൈസിംഗ്. ക്ലിയർ ആയോ? അത് അപ്പൊ അവിടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ വേണം, അവിടെ ഏതൊക്കെ പൊസിഷനിൽ ആളുകൾ വേണം, എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യണം, അങ്ങനെ നമ്മൾ അതെല്ലാം എന്ത് ചെയ്യുന്നു, ഒരു സഹകരണത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ഡ്യൂട്ടീസ് കൃത്യമായിട്ട് അനുവദിച്ചു നൽകുന്നു. അവർക്ക് കൃത്യമായിട്ട് ഒരു കോർഡിനേറ്റ് ചെയ്ത രീതിയിൽ അവിടുത്തെ ആ റിസോഴ്സുകളെല്ലാം നമ്മൾ ഏകോപിപ്പിച്ചുകൊണ്ട് ആ ഒരു പ്ലാൻ അവിടെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും സംഘടിപ്പിക്കുന്നതിനെയാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പൊ അവർ ഫസ്റ്റ് സെന്റൻസ് ചോദിക്കാറുണ്ട് കേട്ടോ ഓർഗനൈസിംഗിന്റെ. മൂന്നാമത്തേതാണ് സ്റ്റാഫിംഗ്.
എന്താണ് സ്റ്റാഫിംഗ്? സ്റ്റാഫിംഗ് എന്താ? നിയമനം നടത്തുക അല്ലെ? ആണോ? എംപ്ലോയീസിനെ നിയമിക്കുകയല്ലേ ചെയ്യുന്നത് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞ? അതെ. അപ്പൊ നോക്കിയേ, സ്റ്റാഫിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ റൈറ്റ് വർക്കർ വിത്ത് ആപ്റ്റ് ക്വാളിഫിക്കേഷൻ ഓർ എക്സ്പീരിയൻസ് ആൻഡ് റിക്രൂട്ടിംഗ് ദം ടു ഫിൽ എ ജോബ് പൊസിഷൻ ഓർ റോൾ. ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ഒരു ജോലി സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ഒരു റോളിലേക്കോ അനുയോജ്യരായിട്ടുള്ള അല്ലെ ശരിയായിട്ടുള്ള വർക്കേഴ്സിനെ കണ്ടെത്തുന്ന അല്ലെങ്കിൽ തൊഴിലാളിയെ കണ്ടെത്തുന്ന ആ ഒരു പ്രക്രിയയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ആ ഫൈൻഡിങ് ദ റൈറ്റ് വർക്കർ, ശരിയായ തൊഴിലാളിയായിരിക്കണം. വിത്ത് ആപ്റ്റ് ക്വാളിഫിക്കേഷൻ, മതിയായിട്ടുള്ള യോഗ്യതകളോ എക്സ്പീരിയൻസ്, അനുഭവ പരിചയമുള്ള വ്യക്തികളെ ഒരു ജോബ് പൊസിഷനിലേക്കോ ഒരു ജോബ് റോളിലേക്കോ നിയമിക്കുന്ന പ്രക്രിയയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സ്റ്റാഫിംഗ് മനസ്സിലായോ? സ്റ്റാഫിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ റൈറ്റ് വർക്കർ, ശരിയായ ജീവനക്കാരെ ഈ തൊഴിലാളികളെ കണ്ടെത്തി ശരിയായ ക്വാളിഫിക്കേഷനും ശരിയായ അനുഭവ പരിചയവും ഒക്കെയുള്ള വ്യക്തികളെ കണ്ടെത്തി നമ്മൾ ആ ഒരു ജോലി പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു റോളിലേക്ക് നിയമിക്കുകയാണ് സ്റ്റാഫിംഗിൽ ചെയ്യുന്നത്. ദെൻ അടുത്തതാണ് ഡയറക്ടിംഗ്. ഡയറക്ടിംഗ് എന്താ? ഡയറക്ടിംഗ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ദ മാനേജേഴ്സ് ഡയറക്ട്, guide and oversee the performance of the workers to attain goals already determined. ഇവിടെ നല്ല രീതിയിൽ ഇവിടത്തെ എംപ്ലോയീസ് വർക്ക് ചെയ്യണമെങ്കിൽ ആരുടെ നല്ല രീതിയിലുള്ള ഡയറക്ഷൻ വേണം? മാനേജറിന്റെ വേണ്ടേ? മാനേജർ നല്ല രീതിയിൽ അവരെ എന്താണ് ഡയറക്ട് ചെയ്ത് നല്ല ദിശയിലേക്ക് നല്ല രീതിയിൽ അവരെ നിർവഹിച്ച് നടത്തി നമ്മൾ കൃത്യമായിട്ടുള്ള മേൽനോട്ടങ്ങൾ വഹിക്കുമ്പോഴല്ലേ അവിടുത്തെ വർക്കേഴ്സ് നന്നായിട്ട് പെർഫോം ചെയ്യുള്ളൂ അല്ലേ? അവര് നന്നായിട്ട് പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോഴാണല്ലോ നമുക്ക് ആ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുക അല്ലേ? ഇവിടെ ഡയറക്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് വിച്ച് ദ മാനേജേഴ്സ് ഡയറക്ട്, ഗൈഡ് ആൻഡ് ഓവർസീ ദ പെർഫോമൻസ് ഓഫ് ദ വർക്കേഴ്സ്. അതായത് അവിടെ ഓൾറെഡി നിശ്ചയിച്ചിട്ടുള്ള ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി അവിടുത്തെ വർക്കേഴ്സിന്റെ പെർഫോമൻസ് മികച്ചതാക്കുന്നതിന് വേണ്ടിയിട്ട് ഡയറക്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജേഴ്സ് എന്ത് ചെയ്യുന്നു? കൃത്യമായ ദിശകളിലേക്ക് കൃത്യമായ നല്ല രീതിയിൽ തന്നെ അവിടുത്തെ എംപ്ലോയീസിനെ നയിക്കുകയും അവരെ നല്ല രീതിയിൽ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു. അതിലൂടെ അവിടുത്തെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് മികച്ചതാക്കാനും അവർ ഓൾറെഡി നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു ലക്ഷ്യങ്ങള് പൂർത്തീകരിക്കാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ ഷുഡ് ബി ദ ഹാർട്ട് ഓഫ് ദ മാനേജ്മെന്റ് പ്രോസസ്. മാനേജ്മെന്റ് പ്രക്രിയയുടെ ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയമാണ് ഡയറക്ടിംഗ് എന്ന് പറയുന്നത്. നല്ല രീതിയിലുള്ള ഒരു ഡയറക്ടിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എംപ്ലോയീസിന്റെ പെർഫോമൻസ് മികച്ചതാക്കാനും ആ ഒരു ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നല്ല രീതിയിൽ പൂർത്തീകരിക്കാനും സാധിക്കും. ക്ലിയർ ആണോ ഡയറക്ടിംഗ്? മനസ്സിലായോ? മനസ്സിലായോ? ക്ലിയർ ആണോ? ഇതാണ് ഒരു റിപ്ലൈ ഇല്ലാത്ത. അടുത്തതാണ് കോർഡിനേറ്റിംഗ്. കോർഡിനേഷൻ ഈസ് ദ യൂണിഫിക്കേഷൻ, ഇന്റഗ്രേഷൻ, synchronization of the efforts of group members so as to give unity of action in the pursuit of common goals. എന്താണ് കോർഡിനേറ്റിംഗ് എന്ന് പറഞ്ഞാല്? ഒരു ഏകോപിപ്പിക്കുക അല്ലെ, എല്ലാവരെയും ഏകോപിപ്പിക്കുക. അപ്പൊ കോർഡിനേഷൻ ഈസ് ദ യൂണിഫിക്കേഷൻ, ഏകീകരണം, അതുപോലെ ഇന്റഗ്രേഷൻ സംയോജനം, അതുപോലെ സിങ്ക്രണൈസേഷൻ സമന്വയം ഓഫ് ദി എഫേർട്സ് ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. എല്ലാ ഗ്രൂപ്പും നമുക്കറിയാം, ഏതൊരു എംപ്ലോയീസ് ആണെങ്കിലും അവർ ഗ്രൂപ്പായി നിന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ആ ലക്ഷ്യം കൈവരിക്കാൻ പറ്റുക അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ട് സോ ആസ് ടു ഗീവ് എ യൂണിറ്റി, ഒരു ഐക്യം അവിടെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ആക്ഷൻ ഇൻ ദ പെർസ്യൂട്ട് ഓഫ് കോമൺ ഗോൾസ്. നമ്മൾ ആ ഒരു പൊതുവായ ലക്ഷ്യങ്ങൾ അവിടെ പിന്തുണയ്ക്കാൻ, അല്ലെങ്കിൽ ആ പൊതുവായ ലക്ഷ്യങ്ങൾ പിന്തുടരുന്നതിനും ആ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനും വേണ്ടി ഒരു ഐക്യത്തോടു കൂടി നിന്ന് അവിടെയുള്ള ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് പ്രവർത്തിക്കുക. അതിനു വേണ്ടിയിട്ട് അവരൊരു ഏകീകരണത്തോടു കൂടിയും സംയോജനത്തോടു കൂടിയും ഒരു സമന്വയത്തോടു കൂടിയും പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനെയാണ് നമ്മൾ കോർഡിനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നല്ല കോർഡിനേറ്റഡ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് പ്രവർത്തിക്കുമ്പോൾ അവിടെ ഒരു ഐക്യം കൈവരിക്കുകയും അതിലൂടെ നമുക്ക് ആ ഒരു കോമൺ ഗോൾസ് അല്ലെങ്കിൽ ആ പൊതുവായ ലക്ഷ്യങ്ങൾ നിറവേറ്റിയെടുക്കാനും സാധിക്കുന്നു. ക്ലിയർ ആണോ കോർഡിനേറ്റിംഗ്? മനസ്സിലായോ? ഓക്കെ.
Then അടുത്തതാണ് റിപ്പോർട്ടിംഗ്. റിപ്പോർട്ടിംഗ് means to the formal system whereby relevant needed information is furnished to management with the help of reports continuously. നമുക്കറിയാം ഈ റിപ്പോർട്ടിങ്ങുകൾ കൊടുക്കുന്നതിലൂടെയാണ്, അതൊരു ഫോർമൽ സിസ്റ്റം ആണ്, ഒരു ഔപചാരിക സംവിധാനമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ റിപ്പോർട്ടുകൾ കൊടുക്കുന്നതിലൂടെയാണ് അപ്പൊ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ മാനേജ്മെന്റിലേക്ക് എത്തുന്നത്, അല്ലെ? ഹെൽപ്പ് ഓഫ് റിപ്പോർട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് മാനേജ്മെന്റിന് ആവശ്യമായ പ്രസക്തമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നത്. Thus, report is the essence of any management reporting system. Report provide the means of checking the performance. ഇവിടുത്തെ ആ ഒരു പ്രകടന നിലവാരം എത്രത്തോളം ഉണ്ട്, പെർഫോമൻസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ, ഗോൾസ് അറ്റൈൻ ചെയ്യാറായോ എന്നൊക്കെ നമുക്ക് മാനേജ്മെന്റിന് മനസ്സിലാക്കണമെങ്കിൽ അതിൽ തുടർച്ചയായിട്ട് കൊടുക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടിംഗ് സംവിധാനം, മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സംവിധാനത്തില് റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം കൂടിയാണ്. ലാസ്റ്റ് വൺ ആണ് ബഡ്ജറ്റിംഗ്. ബഡ്ജറ്റിംഗ് എന്താ? ബഡ്ജറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് എ പ്ലാൻ ടു സ്പെൻഡ് മണി. ദിസ് സ്പെൻഡിങ് പ്ലാൻ ഈസ് കോൾഡ് ബഡ്ജറ്റ്. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ബഡ്ജറ്റ് തയ്യാറാക്കാറുണ്ടല്ലോ നമ്മളാണെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിലേക്കോ ഈ ഒരു മാസത്തിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടല്ലേ പോവാ, അല്ലെ? ഒരു ഏകദേശം നമ്മുടെ കയ്യിൽ ഇത്ര രൂപയുണ്ട്, അതിനുള്ളിൽ വാങ്ങാവുന്ന സാധനങ്ങൾ എന്ന രീതിയിൽ നമ്മൾ ഒരു ഏകദേശ ബഡ്ജറ്റ് ഇട്ടിട്ടല്ലേ പോവാ, അല്ലെ? അല്ലാതെ അവിടെ ചെന്ന് തോന്നിയ സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അതിനുള്ള പൈസ ഇല്ലെങ്കിലോ? എപ്പോഴും നമ്മളൊരു ബഡ്ജറ്റുകൾ മിക്ക കാര്യങ്ങൾക്ക് ഇടാറുണ്ട്, അല്ലെ? ഒരു ഇത്ര ബഡ്ജറ്റിനുള്ളിൽ നമുക്ക് നിൽക്കാം. നമ്മളിപ്പോ ഒരു ഡ്രസ്സ് വാങ്ങാൻ പോകുമ്പോഴാണെങ്കിലും ഇത്ര ഒരു ബഡ്ജറ്റിനുള്ളിൽ മതി എന്ന് നമ്മൾ പറയാറില്ലേ? പറയാറുണ്ടോ? ഉണ്ട്, അല്ലെ? അപ്പൊ എപ്പോഴും ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? ബഡ്ജറ്റിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് എ പ്ലാൻ ടു സ്പെൻഡ് മണി. നമ്മൾ പണം എങ്ങനെ ചിലവാക്കണം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പണം സ്പെൻഡ് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ് ശരിക്കും ഡിസൈൻ ചെയ്യുന്നത്, അല്ലെ? ബഡ്ജറ്റിംഗ് എന്ന പ്രക്രിയയിലൂടെ, അല്ലെ? അത്തരത്തില് ആ ഒരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ ആ ഒരു പ്ലാനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബഡ്ജറ്റ്. ആൻഡ് മേക്കിംഗ് ദിസ് സ്പെൻഡിംഗ് പ്ലാൻ allow you to decide in advance whether you will have enough money to do the things you require to do or would like to do. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്തു, നമുക്ക് അറിയാവുന്നതിലേക്ക് നമ്മൾ ഒരു ഏകദേശ വിലയ്ക്ക് നമ്മൾ കൂട്ടി നോക്കും, അല്ലെ? കൂട്ടി നോക്കി കഴിയുമ്പോൾ നമുക്ക് ഓൾറെഡി അഡ്വാൻസ്ഡ് ആയിട്ട് മനസ്സിലാവും ഈ ഒരു ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റിലുള്ള സാധനങ്ങൾ വാങ്ങാൻ എന്റെ കയ്യിൽ പണമുണ്ടോ ഇല്ലയോ. മനസ്സിലാക്കാൻ പറ്റില്ലേ? പറ്റുമോ? ആ ബഡ്ജറ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യില് ഉള്ള പണം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പണത്തേക്കാൾ കൂടുതലാണ് ഈ ഒരു ലിസ്റ്റിലുള്ള സാധനങ്ങൾ വന്നിരിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത സാധനങ്ങളും ഒഴിവാക്കും. ശരിയല്ലേ? അപ്പൊ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് അറിയാൻ പറ്റും എന്ത്, ഇനി നമുക്ക് ചിലവാക്കാനുള്ള പണം, ആവശ്യത്തിനുള്ള പണം നമ്മുടെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? അതുപോലെ തന്നെ ബഡ്ജറ്റിംഗ് ഇസ് മിയർലി ബാലൻസിങ് എക്സ്പെൻസസ് വിത്ത് ഇൻകം. നമ്മുടെ വരുമാനവും അതുപോലെ തന്നെ എക്സ്പെൻസ്, നമ്മുടെ വരുമാനവും ചിലവും തമ്മിൽ ഒരു ബാലൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകാനായിട്ട് ബഡ്ജറ്റിംഗ് സഹായിക്കുന്നുണ്ട്. അപ്പൊ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന എന്ത് പ്രക്രിയയാണ്? പണം എങ്ങനെ ചിലവാക്കാമെന്ന് പ്ലാൻ ചെയ്യുന്ന ആ ഒരു ഡിസൈനിങ് എ പ്ലാൻ തയ്യാറാക്കുന്ന പ്രക്രിയയാണ് ബഡ്ജറ്റിംഗ്. ആ തയ്യാറാക്കിയ പ്ലാനിനെ വിളിക്കുന്ന പേരാണ് ബഡ്ജറ്റ്. ഈ ബഡ്ജറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ഒരു സ്പെൻഡിങ് പ്ലാൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ള പണം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് അറിയാൻ പറ്റും. അതിലൂടെ തന്നെ നമ്മുടെ ഇൻകം, വരുമാനവും ചിലവും തമ്മിൽ നമുക്കൊരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും ഈ ബഡ്ജറ്റിലൂടെ സാധിക്കും. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഏതൊക്കെയാണ്? പോസ്റ്റ് ഫോർമുല പി എന്ന് പറഞ്ഞാൽ പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അതിലൂടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, നമ്മുടെ ആ ഒരു ആഗ്രഹിച്ച റിസൾട്ട് കിട്ടലിന്, ആഗ്രഹിച്ച ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരു പ്രക്രിയയാണ് പ്ലാൻ. രണ്ടാമത്തെ ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലാൻ അവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും സംഘടിപ്പിക്കുകയാണ് ഓർഗനൈസിങ്ങിലൂടെ ചെയ്യുന്നത്. മൂന്നാമത്തത് സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ ആവശ്യമായിട്ടുള്ള ശരിയായ വർക്കേഴ്സ് അല്ലെങ്കിൽ തൊഴിലാളികളെ, ശരിയായ യോഗ്യതയുള്ള, ശരിയായ അനുഭവപരിചയമുള്ള വ്യക്തികളെ അവിടെ എന്ത് ചെയ്യുന്നു? നിയമിക്കുന്ന പ്രക്രിയയാണ് സ്റ്റാഫിംഗ്. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജേഴ്സ് കൃത്യമായ നിർദ്ദേശങ്ങളിലും അല്ലെങ്കിൽ കൃത്യമായ ദിശകളിലൂടെ
കൃത്യമായവരെ നയിച്ച് കൃത്യമായ സൂപ്പർവിഷൻസ് അല്ലെങ്കിൽ മേൽനോട്ടങ്ങൾ വഹിച്ചുകൊണ്ട് അവിടുത്തെ വർക്കേഴ്സിന്റെ പെർഫോമൻസ് പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുള്ള ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു മാനേജ്മെന്റ് പ്രോസസ്സിലെ ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയമാണ് ഡയറക്ടീവ് എന്ന് പറയുന്നത്. കോർഡിനേറ്റിംഗ് ചെയ്യാന്ന് പറയുന്നത് അവിടെയുള്ള ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സിന്റെ ഒരു എല്ലാവരെയും ഏകീകരിച്ചുകൊണ്ട് സംയോജിപ്പിച്ചുകൊണ്ട് സമന്വയിച്ചുകൊണ്ട് ഒരു ഐക്യത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു കോമൺ ഗോൾ നേടിയെടുക്കാൻ സാധിക്കും. റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്ന റിപ്പോർട്ടുകൾക്കനുസരിച്ചാണ് അവരുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് മാനേജ്മെന്റിന് ചെക്ക് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. ലാസ്റ്റ് പറഞ്ഞത് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പണം എങ്ങനെ ചിലവാക്കാം അതിനു വേണ്ടിയിട്ടുള്ള പ്ലാൻ ഡിസൈൻ ചെയ്യുന്നതിനെയാണ് ബഡ്ജറ്റിംഗ് പ്രക്രിയ എന്ന് പറയുന്നത്. ആ സ്പെൻഡിങ് പ്ലാനിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സ്പെൻഡിങ് പ്ലാനുകളിലൂടെ നമുക്ക് നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ള പണം ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വരുമാനവും ചിലവിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കുന്നു. ഇത്രയും വരെ മുന്നെടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇവിടെ വരെ വായിച്ചിട്ട് വരാം കേട്ടോ. ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് വരും മിസ് വരുമ്പോൾ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.